ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെയായിരുന്നു ഫിഫ ബെസ്റ്റ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത്. ഏറ്റവും മികച്ച താരമായിക്കൊണ്ട് ഡംബലയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഡൊണ്ണാരുമയും ഏറ്റവും മികച്ച പരിശീലകനായിക്കൊണ്ട് ലൂയിസ് എൻറിക്കയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച 11 ഫിഫ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്തെന്നാൽ FC ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞയ്ക്ക് ഇടം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത റാഫീഞ്ഞ എന്തുകൊണ്ടും ഈ ഒരു 11-ൽ ഇടം നേടാൻ അർഹനാണ്. പക്ഷെ അദ്ദേഹത്തെ തഴയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ആ ഒരു 11 പരിശോധിക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് ഡൊണ്ണാരുമ. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നുനോ മെൻഡസ്, വാൻ ഡൈക്ക്, പാച്ചോ, ഹക്കീമി എന്നിവരാണ് വരുന്നത്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെഡ്രി, വിറ്റീഞ്ഞ, ബെല്ലിംഗ്ഹാം, കോൾ പാൽമർ എന്നിവർ വരുന്നു. സ്ട്രൈക്കർമാരായിക്കൊണ്ട് ഡംബലയും ലാമിൻ യമാലുമാണ് വരുന്നത്. റാഫീഞ്ഞയെ ഇവർ തഴയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ എല്ലാവരും ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ റാഫീഞ്ഞ നടത്തിയ പ്രകടനം ഒന്ന് നോക്കുക. 64 മത്സരങ്ങളിൽ നിന്ന് 61 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 38 ഗോളുകൾ നേടിയിട്ടുണ്ട്. 23 അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട്. ലാലിഗയിലെ പ്ലെയർ ഓഫ് ദി സീസൺ ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റാഫീഞ്ഞയാണ്. കൂടാതെ റയലിനെതിരെ 5 ഗോളുകൾ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുണ്ട്. ബയേണിനെതിരെ ഹാട്രിക് നേടിയ താരമാണ്. ലാലിഗയും കോപ്പ ഡെൽ റേയും സ്പാനിഷ് സൂപ്പർ കപ്പും നേടിയ താരമാണ്. ഈ താരത്തിന് ഫിഫയുടെ ബെസ്റ്റ് 11-ൽ പോലും ഇടമില്ല എന്നുള്ളത് വലിയ ഒരു കോമഡി ആയിക്കൊണ്ടാണ് പലരും ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. ഏതായാലും കടുത്ത ഒരു അനീതി തന്നെയാണ് റാഫീഞ്ഞയ്ക്ക് ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.